എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര മഹിമകൾ പറയുന്ന അഷ്ടമിരോഹിണി ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. ആരായിരുന്നു യഥാർത്ഥത്തിൽ കൃഷ്ണൻ? എന്താണ് ശ്രീകൃഷ്ണൻ എന്ന ആ അവതാരത്തിൻ്റെ ഒരു മഹിമ? അതേക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ശരിക്കും ഒട്ടേറെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയ ഒരു അവതാരമാണ് കൃഷ്ണൻ്റെ ജന്മകഥ. എല്ലാവർക്കും ഒരുപാട് സ്ത്രീകളോടൊത്ത് നടക്കുന്ന ഒരു വ്യക്തിയെ സാധാരണ കൃഷ്ണൻ എന്ന ആൾക്കാരെ വിളിക്കാറുണ്ട്. കൃഷ്ണൻ്റെ 16,008 ഭാര്യമാരുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീലമ്പടനാണ് കൃഷ്ണൻ എന്നും ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെയൊക്കെ വസ്തുത എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിനകത്ത് കാണുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളിലൂടെ സഞ്ചരിച്ചാലാണ് യഥാർത്ഥ കൃഷ്ണൻ്റെ ജീവിതകഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 10 അവതാരങ്ങളിൽ ഒന്നായി കൃഷ്ണൻ്റെ അവതാരത്തെ ഗണിക്കാറുണ്ടെങ്കിലും മറ്റുള്ള അവതാരങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത കൃഷ്ണൻ്റെ ജന്മത്തിലുണ്ട്. കാരണം സ്വപ്രയത്നം കൊണ്ട്, സ്വന്തമായ കഠിന പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് കൃഷ്ണൻ. ആരും കൃഷ്ണന് വേണ്ടി പ്രത്യേകിച്ചൊരു വാദങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ല. കൃഷ്ണൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ആരും കൃഷ്ണനെ അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാം. വളരെ ചുരുക്കം പേര് മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് 105 കുമാരന്മാരുള്ള കൗരവന്മാരുടെ കൂട്ടത്തിൽ, അതായത് കൗരവരുടെ കൂട്ടത്തിൽ വെച്ചാൽ പാണ്ഡവരുണ്ട്, കൗരവരുണ്ട്, അതിൽ 105 പേരുണ്ട്. അതിൽ 100 പേരും ഭഗവാൻ കൃഷ്ണനെതിരായിരുന്നു. 5 പേര് മാത്രമാണ് ഇത്തിരിയെങ്കിലും കൃഷ്ണനോട് ഒപ്പം നിന്നത്. അപ്പോൾ ഭൂരിപക്ഷം എപ്പോഴും ഈ മനുഷ്യന് എതിരായിരുന്നു. ഇനി കൃഷ്ണൻ്റെ ജീവിതത്തിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആദരവ് നൽകിയ ഒരു വ്യക്തിയായിരുന്നില്ല. അപമാനങ്ങൾ ആണ് സഹിക്കപ്പെടേണ്ടി വന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വാസുദേവാഷ്ടകം എന്ന പ്രസിദ്ധമായൊരു കൃതിയിൽ ഒരു വരി എഴുതി ചേർത്തിട്ടുണ്ട്. മാനാപമാന സമമാനസ രാജഹംസൻ എന്നാണ് അദ്ദേഹം കൃഷ്ണനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാന അപമാന സമമാനസ രാജഹംസ എന്ന് പറഞ്ഞാൽ മാനവും അപമാനവും ഒരുമിച്ച് സഹിക്കേണ്ടി വന്നെങ്കിലും ഒരേ മനസ്ഥിതിയോടെ അതിനെ നേരിട്ട ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ അങ്ങയെ രാജഹംസൻ എന്ന് വിളിക്കുന്നു എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ കൃഷ്ണനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു കൃഷ്ണ പഠനം ശരിക്കും നടത്തിയിട്ടുള്ള ഗുരുദേവനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും കൃഷ്ണൻ്റെ മഹിമകൾ പറയുന്ന ആൾക്കാരുണ്ട്, കൃഷ്ണനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനിടയിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ജീവിതകഥ വളരെ കഠിന യാതനകൾ നിറഞ്ഞതായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാൻ, ജനിച്ചത് നല്ലൊരു അന്തരീക്ഷത്തിലല്ല, കാരാഗ്രഹത്തിലാണ് ജനിച്ചത്. ജനിച്ച സ്ഥലത്ത് തന്നെ സ്വന്തം അമ്മയും അച്ഛനും അദ്ദേഹത്തെ വളർത്തിയില്ല. അവർ കൊണ്ടുപോയി മറ്റൊരാളിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ മറ്റൊരാളെന്ന് പറയുന്നത് ആ നാട്ടിലെ ധനികനോ രാജാവോ ഒന്നും ആയിരുന്നില്ല. അയാൾ ഒരു ഇടയന്മാരുടെ നേതാവായിരുന്നു. അതാണ് നന്ദഗോപർ. വേണം ഇടയന്മാരുടെ രാജാവെന്ന് വേണം വിളിക്കാം. ഇടയന്മാരുടെ രാജാവെന്ന് പറഞ്ഞാലും ഇടയൻ എന്ന് പറഞ്ഞാലും എല്ലാവരും ഇടയന്മാരാണ്. എന്നാണ് അവരുടെ ജോലി? കന്നുകാലികളെ മേയ്ക്കുക, പരിപാലിക്കുക, അവയുടെ ഉൽപ്പന്നങ്ങൾ പാല്, നെയ്യ്, വെണ്ണ മുതലായവയൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് വിൽക്കുക. അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് കാടും മേടും കന്നുകാലികളും കാലിത്തൊഴുത്തും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാണകം നാറുന്ന കാലിപ്പയ്യന്മാരോടൊപ്പം ചാണകം നാറുന്ന പശ്ചാത്തലത്തിൽ ചാണകത്തിൻ്റെ ദുർഗന്ധമായാലും സുഗന്ധമായാലും അതൊക്കെ അനുഭവിച്ച് വളരേണ്ടി വന്ന ഒരു ബാല്യമാണ് ഈ കൃഷ്ണൻ എന്ന ഭഗവാന് ചെറുപ്പത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു കഠിനമായിട്ടുള്ള, എല്ലാ കുട്ടികളും രാജകുമാരന്മാരായി കളിച്ച് ഉല്ലസിച്ച് നടക്കേണ്ട പ്രായത്തിൽ കാലിച്ചെറുക്കന്മാരോടും കന്നുകാലികളോടൊപ്പം ജീവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഈ ഭഗവാൻ കൃഷ്ണന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരെയും സംരക്ഷിക്കേണ്ടയാളാണ് രാജാവ്. അനന്തരക്കാരെ സംരക്ഷിക്കേണ്ടയാളാണ് അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തി. ഈ അമ്മാവൻ തന്നെ, രാജാവാകുന്ന അമ്മാവൻ തന്നെ വധിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കൃഷ്ണനെ. അപ്പോൾ കംസൻ എന്ന് പറയുന്ന അമ്മാവൻ, കൃഷ്ണൻ്റെ അമ്മയായ ദേവകിയുടെ ആങ്ങളയായ കംസൻ കൃഷ്ണനെ കൊല്ലുന്നതിന് വേണ്ടി അനവധി ഗുണ്ടകളെയാണ് ആ കാലഘട്ടത്തിൽ അയക്കുന്നത്, ഈ കൊച്ചുകുട്ടിയെ കൊല്ലുന്നതിന്. യുദ്ധത്തിൻ്റെ യാതൊരു നിയമവും ഇല്ലാതെ
എന്താ പറയുക, ഒരു ബാലകനാണെന്നുള്ളത് ഓർക്കാതെ, ഒരു പിഞ്ചു കുഞ്ഞാണ് എന്ന് ഓർക്കാതെ, ശൈശവത്തിലും കൗമാരത്തിലും ഒക്കെ അനവധി ആളുകളെ കൊല്ലാനായിട്ട് വിടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞായിരുന്നപ്പോൾ പൂതനയെ വിടുന്നുണ്ട്, ചാടായി വരുന്ന ശകടാസുരനെ വിടുന്നുണ്ട്, ധേനുകനെ വിടുന്നുണ്ട്. ഇങ്ങനെ അവസാനം അതിൽ നിന്നെല്ലാം അതിജീവിച്ച് കൃഷ്ണൻ ആരാണ്, ശത്രുവായ അമ്മാവനെ തന്നെ വകവരുത്തുന്നതാണ് കൃഷ്ണകഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കൃഷ്ണൻ അമ്മാവൻ്റെ രാജ്യമായ മധുര ഭരിക്കുന്നില്ല. മധുര യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ഭരിക്കാമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച്, ക്ഷത്രിയ തീരുമാനമനുസരിച്ച് രാജാവിനെ ഇല്ലാതാക്കുകയും രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്യുന്നവനുള്ളതാണ് രാജ്യം. വേണമെങ്കിൽ ആ മധുര സുന്ദരമായി ഭരിക്കാം കൃഷ്ണനെ. പക്ഷെ അദ്ദേഹം അത് ഭരിക്കുന്നില്ല. പകരം കംസൻ പിടിച്ച് കാരാഗ്രഹത്തിലിട്ട അദ്ദേഹത്തിൻ്റെ തന്നെ അച്ഛനായ ഉഗ്രസേനനെ തിരിച്ചു കൊണ്ടുവന്ന് ആ വൃദ്ധനെ രാജാവാക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അധികാരത്തോട് ഒരു നിർമ്മമത്വം പുലർത്തി പോകുന്ന, അധികാരമോഹിയല്ലാത്ത ഒരു മനുഷ്യനെ നമുക്ക് കൃഷ്ണനിൽ കാണുവാൻ സാധിക്കും. ഈ കൃഷ്ണൻ പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നത് വീണ്ടും പ്രതിസന്ധികളോട് ഏറ്റുമുട്ടുന്നതാണ്. കംസൻ്റെ ഭാര്യമാരുടെ അച്ഛനായ ജരാസന്ധൻ. ഈ ജരാസന്ധൻ എന്ന് പറയുമ്പോൾ നിസാരനായ ഒരു വ്യക്തിയല്ല. ഭാരതവർഷത്തിലെ ഏറ്റവും മഹാരഥനായിരുന്ന യോദ്ധാവായിരുന്ന, വളരെ പ്രസിദ്ധമായിട്ടുള്ള മഗധം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു ഈ ജരാസന്ധൻ. ആ ജരാസന്ധനുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. കാരണം തൻ്റെ മരുമകനെ വധിച്ച കൃഷ്ണനോടുള്ള തീരാത്ത പകയുമായി പിന്നെ നടക്കുന്ന ജരാസന്ധൻ 1ഉം 2ഉം അല്ല 17 വട്ടമാണ് കൃഷ്ണനെ ആക്രമിച്ചത്. ഈ 17 വട്ടവും ജരാസന്ധനോട് ഏറ്റുമുട്ടുകയും അവസാനം തൻ്റെ കൗശല ബുദ്ധി കൊണ്ട് മധ്യമ പാണ്ഡവനായ, ദ്വിതീയ പാണ്ഡവനായ നമ്മുടെ ഭീമസേനനെ കൊണ്ട് വധിച്ച് ആ ജരാസന്ധൻ എന്ന് പറയുന്ന ആ ഒരു ധൂമകേതുവിൽ നിന്ന് ജീവിതം രക്ഷിക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അവിടെയാണ് കൃഷ്ണൻ്റെ ചതുരോപായങ്ങൾ തുടങ്ങുന്നത്. ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ, ചതുരോപായങ്ങളും പഠിച്ച ഒരു ഭരണതന്ത്രജ്ഞൻ എന്ന നിലയിൽ എങ്ങനെ ശത്രുക്കളെ കൈകാര്യം ചെയ്യാം എന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം കൃഷ്ണൻ ആരംഭിക്കുന്ന ഈ ജരാസന്ധ വധത്തിലൂടെയാണ്. ജരാസന്ധനെ നേരിട്ട് കൊല്ലുന്നില്ല കൃഷ്ണൻ. പകരം ജരാസന്ധന് തുല്യനായ ഒരു പോരാളിയായ ഭീമസേനുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിലൂടെയാണ് മഗധ രാജാവായ ജരാസന്ധൻ എന്ന് പറയുന്ന ശല്യത്തെ കൃഷ്ണൻ തീർക്കുന്നത്. കൃഷ്ണൻ പിന്നെ വരുന്നത് 16,008 ഭാര്യമാരുടെ കാന്തനായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പറയുക 16,000ഉം പിന്നെ 8ഉം അത്രയും സ്ത്രീകളെ വിവാഹം കഴിച്ച്, അല്ലെങ്കിൽ അത്രയും സ്ത്രീകളോടൊപ്പം ആടിപ്പാടി നടന്ന ഒരു സ്ത്രീലമ്പടനാണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അതും ശരിയല്ല. കൃഷ്ണൻ ആകെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്, ആ ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാളെ മാത്രമാണ്. അത് രുക്മിണി ദേവിയെ. രുക്മിണിയെ മാത്രമാണ് വിദർഭ രാജാവായ രുക്മിയുടെ സഹോദരി രുക്മിണിയെ വിവാഹം കഴിക്കുന്ന അദ്ദേഹം. അവർ തമ്മിൽ സ്നേഹത്തെ, അന്നത്തെ കാലത്തെ പ്രണയം അനുസരിച്ചാണ് രുക്മിണി വിവാഹം കഴിക്കുന്നത്. ബാക്കി 16,008 എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി 7 പേരെ അതാത് കാലഘട്ടങ്ങളിൽ ഓരോരോ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവരുടെ സന്തോഷം കൊണ്ട് പാരിതോഷികമായി കൃഷ്ണന് കൊടുക്കുന്നതാണ് ബാക്കി 7 ഭാര്യമാരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരാളെ മാത്രമാണ് നാട്ടുനടപ്പനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ കല്യാണം കഴിക്കുന്ന രുക്മിണിയെ. ബാക്കി 7 പേരെ പാരിതോഷികമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. അപ്പോൾ 8 പേരെ അഷ്ടലക്ഷ്മിമാരെ വിവാഹം കഴിച്ചതായിട്ട് ഭാരതീയ ദർശനം പറയുന്നുണ്ട്. ഈ 16,000 സ്ത്രീകൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 16,000 കന്യകകളെ, സ്ത്രീകളെ രക്ഷപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. കാര്യം നരകാസുരൻ എന്ന് പറയുന്ന ഘോരനായ ഒരു അസുരൻ തൻ്റെ ദേവലോക രാജാവാകുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അയാളൊരു അനാചാരത്തിന് മുതിരുകയാണ്. 16,001 കന്യകകളെ യാഗം നടത്തിച്ച് കൊന്ന് യാഗബലിയായി അർപ്പിച്ച് രാജാവാകാമെന്ന് ആരോ അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ നരകാസുരനെ. അതുകൊണ്ട് അയാൾ അതിനുവേണ്ടി നാട്ടിലുള്ള കന്യകകളെങ്ങനെ പിടിച്ചിട്ട് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട് 16,000 തികഞ്ഞ സമയത്താണ് നരകാസുരനുമായിട്ട് ഭഗവാൻ ഏറ്റുമുട്ടുന്നത്, കൃഷ്ണൻ ഏറ്റുമുട്ടുന്നത്. ആ ഏറ്റുമുട്ടലിൽ നരകാസുരനെ വധിക്കുന്നു. വധിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കാരാഗ്രഹത്തിൽ ഈ 16,000 സ്ത്രീകൾ കിടക്കുകയാണ്. ഒരു അന്യനായൊരു പുരുഷൻ്റെ കാരാഗ്രഹത്തിൽ ജീവിച്ച 16,000 സ്ത്രീകളെ ആരും കയ്യേൽക്കാനില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ആ 16,000 പേർക്ക് നാഥനായി കൃഷ്ണൻ മാറുകയാണ്. നിങ്ങളത് ഭയക്കേണ്ടതില്ല, നിങ്ങൾക്ക് നാഥനായി, നിങ്ങളുടെ സംരക്ഷകനായി
ഞാനുണ്ടാകും, നിങ്ങളുടെ രക്ഷകർത്താവായിട്ട് ഞാനുണ്ടാകും, നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും എന്നെ സമീപിക്കാം എന്നുള്ളതാണ് കൃഷ്ണൻ കൊടുക്കുന്ന വാക്ക്. കാവ്യഭാവനയിൽ ആ 16,000 പേരും പിന്നീട് ആരാകുകയാണ്? കൃഷ്ണൻ്റെ ഭാര്യമാരാകുകയാണ്. അത് ഒരു വസ്തുതാപരമായി ശരിയല്ല. കൃഷ്ണൻ്റെ ഭാര്യമാരിൽ 8 പേർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അഷ്ടലക്ഷ്മിമാരെന്നവരറിയപ്പെടുന്നു. 8 പേര് വിവാഹം കഴിച്ചു. അതിലൊരാളെ മാത്രമാണ് കൃഷ്ണൻ ഒരു ഭാര്യയായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത്. ബാക്കി 7 പേരെ പാരിതോഷികങ്ങളായിട്ട് പലരും കൊടുക്കുന്നതാണ്. അക്കാലത്തെ നാട്ടുനടപ്പനുസരിച്ച് രാജ്യം, ധനം, ധാന്യം, പുത്രി ഇതൊക്കെ ആളുകൾ സമർപ്പിക്കാറുണ്ട് ബഹുമാനീയരായ ആദരണീയരായ വ്യക്തികൾക്ക്. അതുകൊണ്ട് ആ ഒരു കൂട്ടത്തിൽ കൂട്ടാം. 16,000 പേർക്ക് കാരാഗൃഹവാസികളായ പാവപ്പെട്ട സ്ത്രീകളായിരുന്നു. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന അവതാരം ഒരിക്കലും ഒരു സ്ത്രീലമ്പടനായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സ്ത്രീകളുമായിട്ട് കളിച്ച് രമിച്ച് നടക്കുന്ന ഏതൊരു പുരുഷനെയും കൃഷ്ണൻ കൃഷ്ണൻ എന്ന് വിളിച്ച് കളിയാക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല എന്നതാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയുവാനുള്ളത്. ഇനി കൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരും മാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് കൃഷ്ണൻ എന്നാണ് എല്ലാവരും കരുതിയിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്. എല്ലാവരും അപമാനിക്കുന്നതിൽ ഒരു വലിയ ഒരു രസം കണ്ടെത്തിയിട്ടുണ്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ. ആരൊക്കെയാണ് അപമാനിച്ചതെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ മുതൽ രാജാക്കന്മാർ വരെ ഒരേപോലെ അപമാനിച്ചു എന്നുള്ളതാണ് ആ കൃഷ്ണൻ്റെ ജീവിതകഥ നമുക്ക് നോക്കിയാൽ അറിയാവുന്നത്. സാധാരണക്കാർ കള്ളനെന്ന് വിളിച്ചു. ഇവൻ കള്ളനാണ്, ഇവന് വിശ്വസിക്കാൻ പറ്റാത്തയാളാണ് എന്ന് പറഞ്ഞു. കാരണം മറ്റൊന്നല്ല, യാദവ പ്രമുഖനായ സത്രാജിത്ത് എന്ന് പറയുന്ന യാദവ പ്രഭുവിന് 108 പൊൻപണം എല്ലാ ദിവസവും ലഭിക്കുന്ന ഒരു മണിയുണ്ടായിരുന്നു. അതാണ് ശമന്തകമണി. ഈ ശമന്തകമണി ആദിത്യദേവൻ അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 108 പൊൻപണം ദിവസവും വന്ന് വീഴുന്ന, ദിവസവും ലോട്ടറി അടിക്കുന്ന ഈ രത്നം കുറേ നാളുകൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ അറിയുകയും ശ്രീകൃഷ്ണൻ ചെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോട്? നമ്മുടെ സത്രാജിത്തിനോട് ചോദിക്കുന്നുണ്ട്. സത്രാജിത്തെ, നിങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ ആയി, ഇനി ഈ പണമെന്ന് പറയുന്ന രാജ്യത്തിലെ ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ താങ്കൾ ആ സമന്തകരത്നം രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് തരണം, ദ്വാരകയുടെ ഖജനാവിലേക്ക് തരണം. തന്നു കഴിഞ്ഞാൽ ആ കിട്ടുന്ന പണം കൊണ്ട് പാവങ്ങളെ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും. താങ്കൾക്കും താങ്കളുടെ തലമുറയ്ക്കും അനവധി തലമുറകൾക്ക് ജീവിക്കാനുള്ള പണം ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. എന്നാൽ പണത്തിനോടുള്ള ആർത്തി ഒരിക്കലും തീരാത്ത സത്രാജിത്ത് അത് നൽകുന്നില്ല. ശ്രീകൃഷ്ണൻ തിരിച്ചു പോവുകയും ചെയ്തു. ആ കഥ അവിടെ അവസാനിക്കുന്നെങ്കിലും വീണ്ടും സംഭവവികാസങ്ങൾ ഉണ്ടാകുകയാണ്. സത്രാജിത്തിൻ്റെ അനിയൻ പ്രസേനജിത്ത് ഒരു ദിവസം ഈ മണി കഴുത്തിലിട്ടുകൊണ്ട് നായാട്ടിന് പോയി. അനുജനോട് വളരെ വാത്സല്യമുള്ള സത്രാജിത്ത് അനുജന് ഇത് കൊടുത്തു വിട്ടു. കഴുത്തിലെ മാലയിൽ ഒരു ലോക്കറ്റായിട്ട് ഇട്ടുകൊണ്ടാണ് ഇയാൾ പോകുന്നത്. അവിടെ ചെന്ന് നായാടാനായിട്ട് വലിയ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് സിംഹത്തിൻ്റെ നേരെ അസ്ത്രം ഉന്നം പിടിച്ചപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ട് പ്രസേനജിത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പെരുമ്പാമ്പിനെയാണ്. അപ്പോൾ പെരുമ്പാമ്പിനെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ താഴേക്ക് ചാടുകയും ഈ സത്രാജിത്ത് നൽകിയ ഈ രത്നം, സമന്തകരത്നം, കഴുത്തിലുണ്ടായിരുന്ന മാല മരക്കൊമ്പിൽ കോർത്ത് ലക്ഷ്യം തെറ്റി ഇയാൾ താഴേക്ക് വീഴുകയുമാണ്. താഴേക്ക് വീഴുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പ്രസേനജിത്തിന്. വന്ന് വീഴുന്നത് സിംഹത്തിൻ്റെ മുമ്പിലാണ്. സിംഹമാകട്ടെ ആനയുടെ മസ്തകം പോലും തകർക്കുന്ന ഒരു ജീവിയാണ്. അതാണ് കരനഖ നിര കൊണ്ട് കരിയുടെ മസ്തകം പിളർക്കുന്ന ജീവിയാണ് ഈ സിംഹം. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് സിംഹം പ്രസേനജിത്തിൻ്റെ നെഞ്ചിലൊന്ന് ആഞ്ഞടിച്ചു. അതോടുകൂടി നെഞ്ച് പൊളിഞ്ഞ് തകർന്ന് പ്രസേനജിത്ത് അവിടെ വെച്ച് തന്നെ വധിക്കപ്പെട്ടു. ഇതാണ് സംഭവമെങ്കിലും മാലയും ധരിച്ചു പോയ പ്രസേനജിത്ത് പിന്നീട് തിരിച്ചു വരാതെ വന്നപ്പോൾ സംശയം സത്രാജിത്തിന് തോന്നുന്നത് കൃഷ്ണനോടാണ്. കാര്യം കൃഷ്ണനായിരുന്നു 2 ദിവസം മുമ്പ് ചെന്ന് സമന്തകരത്നം ചോദിക്കുന്ന ആൾ. സാഹചര്യ തെളിവുകൾ മുഴുവനും കൃഷ്ണനെതിരായിരുന്നു. അയാളിൽ നിന്ന് നാട്ടുകാർ മൊത്തം അറിയുകയും ആളുകളെല്ലാവരും കൃഷ്ണനെ കള്ളനാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ആബാലവൃദ്ധൻ ജനങ്ങളും കൃഷ്ണനെ കള്ളനാക്കി. ചെറുപ്പത്തിൽ വെണ്ണകെട്ട് തന്നവനാണ്, ചെറുപ്പത്തിൽ പല വിക്രിയകളും ചെയ്തിട്ടുള്ളയാളാണ്. അയാൾ വലുതായി വന്നപ്പോൾ കാണിച്ച കള്ളത്തരമാണ് എന്ന് സാധൂകരിക്കാൻ അവർക്ക് പല ഉദാഹരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജനത മുഴുവനും കൃഷ്ണനെ കള്ളനെന്ന് വിളിച്ചു. അതിൽ നിന്ന് ആ കള്ളൻ അല്ലാതാക്കി മാറ്റുന്നത് കൃഷ്ണൻ സ്വന്തം പ്രയത്നം കൊണ്ടാണ്. അദ്ദേഹം കാട്ടിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. അവിടെ ചെന്ന് മരിച്ചു കിടക്കുന്ന പ്രസേനജിത്തിനെ കാണുന്നു. ആ മൃതശരീരം തിരിച്ചു കൊണ്ടുവരുന്നു. അവിടെ നിന്ന് പല കൈവഴികളിലൂടെ സഞ്ചരിച്ച സമന്തകരത്നം വീണ്ടെടുത്ത് കൊണ്ടുവന്ന് സത്രാജിത്തിന് കൊടുത്തിട്ടാണ് സ്വന്തം കള്ളപ്പേരിൽ നിന്ന് അയാൾ തിരിച്ച് രക്ഷപ്പെടുന്നത് തന്നെ. അപ്പോൾ ഭഗവാനാണെന്ന് എല്ലാവരും ഇവിടെ ആദരിക്കുന്ന കൃഷ്ണന് സ്വന്തം ജീവിതത്തിൽ കള്ളപ്പേരുണ്ടായപ്പോൾ ഓർക്കണം, ഒരാരോപണം ഉണ്ടായപ്പോൾ ഈ കൃഷ്ണൻ തനിച്ചായിരുന്നു.
കുഴപ്പങ്ങൾ സംഭവിക്കുമ്പോൾ നിൻ്റെ കൂടെ നിന്നിഴൽ മാത്രം വരുമെന്ന് പറയുന്ന കവിയുടെ പഴയ ഒരു പാട്ടുണ്ട്. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരുമെന്ന്. കൃഷ്ണൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെയായിരുന്നു. സ്വന്തക്കളും ബന്ധുക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും കള്ളനെന്ന് വിളിച്ചപ്പോഴും ഒറ്റയ്ക്ക് നടന്ന കള്ളപ്പേര് മാറ്റിയെടുക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ഇനി കൃഷ്ണൻ അപമാനിക്കപ്പെട്ട മറ്റൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് ആ അപമാനഘട്ടം നടക്കുന്നത്. ഇന്ദ്രപ്രസ്ഥമാണ്, രാജസൂയ യജ്ഞം നടക്കുന്ന സ്ഥലം. പാണ്ഡവരുടെ ജ്യേഷ്ഠനായ ധർമ്മപുത്രർ യുധിഷ്ഠിരൻ ഗംഭീരമായ ഒരു യജ്ഞം നടത്തുകയാണ്. ഭാരതവർഷത്തിലെ മുഴുവൻ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ഭാരതത്തിൻ്റെ ചക്രവർത്തിയായി അധികാരമേൽക്കുന്ന സന്ദർഭം. ആ സന്ദർഭമാണ് രാജസൂയ യജ്ഞം നടക്കുന്ന വേദി. ആ വേദിയിൽ വെച്ച് അപമാനിതനാകുക എന്ന് പറഞ്ഞാൽ ജനമധ്യത്തിൽ വെച്ച് രാജാക്കന്മാരുള്ള സാമന്ത രാജാക്കന്മാരുടെ മഹർഷിമാരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഒരു മനുഷ്യൻ കേൾക്കാവുന്നതിൻ്റെ പരമാവധി കേൾക്കുകയാണ് കൃഷ്ണൻ. ആരിൽ നിന്നാണെന്നറിയാവോ? അതാണ് അത്ഭുതം. സ്വന്തം സഹോദരനായ ശിശുപാലനിൽ നിന്ന്. സഹോദരൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ സഹോദരിയുടെ മകനാണ്. ചേതി രാജാവായ ശിശുപാലൻ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ്. ഈ സഹോദരിയുടെ മകനാണ് കൃഷ്ണനെ അപമാനിക്കുന്നത്. ആ സഭയുടെ അഗ്രാസനമായിട്ട് അധ്യക്ഷനായിട്ട് ഒരു സഭയുടെ സമ്മേളനം നടക്കുന്ന വേദിയിൽ അധ്യക്ഷനായിട്ട് പാണ്ഡവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നത് ഭീഷ്മരുടെ പ്രേരണയാൽ ഈ കൃഷ്ണനെയാണ്. ആ സമയത്ത് ഇയാളാണോ അധ്യക്ഷൻ? ഇയാൾക്ക് എന്തൊരു യോഗ്യതയുണ്ട് ഇവനെപ്പോലെ ഒരു കള്ളൻ വേറെയുണ്ടോ? ഇവനെപ്പോലെ ഒരു പെണ്ണുപിടിയൻ വേറെയുണ്ടോ? ഇവനെപ്പോലെ എന്താ പറയുന്നത് അസാന്മാർക്ക് വേറെയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ശിശുപാലൻ നടത്തുന്ന എന്താ പറയുന്ന വ്യക്തിഹത്യ, അതിന് സമാനമായി ലോകത്ത് ഒരു ചരിത്രവും ഇല്ല. അത്രയ്ക്ക് അപമാനിക്കപ്പെടുന്നുണ്ട് കൃഷ്ണൻ. ആ അപമാനം മുഴുവൻ സഹിച്ചുകൊണ്ട് അവസാനം ശിശുപാലനെ വധിക്കുന്നുണ്ട്. കാരണം ഒരു പരിധിയുടെ അപ്പുറത്ത് 100 എന്താ പറയുക അസഭ്യവചനങ്ങൾ തീർത്ത് പറഞ്ഞതിന് ശേഷമാണ് സഹോദര തുല്യനായ നമ്മുടെ ഈ ശിശുപാലനെ വധിക്കുന്നത്. ഇതും അപമാനിക്കപ്പെട്ടൊരു ഘട്ടമാണ്. അത് കഴിയുന്നു, വീണ്ടും ഒരു അപമാനഘട്ടം വരികയാണ്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ധാരണ പിശക് മൂലം യുദ്ധമാസന്നമായപ്പോൾ ആ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ്റെ ഒരു ശ്രമമുണ്ട്. എല്ലാവരും പറയും യുദ്ധം ഉണ്ടാകുന്നതിന് കാരണം കൃഷ്ണനാണ്. അത് തെറ്റാണ്. യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമാധാന ദൂതുമായി ഹസ്തിനപുരത്തിലേക്ക് പോകുന്നത് കൃഷ്ണനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാതിരാജ്യം കൊടുക്കണം പാണ്ഡവർക്ക്, അതുമല്ലെങ്കിൽ 5 ഗ്രാമം കൊടുക്കണം, അതുമല്ലെങ്കിൽ 5 വീട് കൊടുക്കണം, അതല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ ഒരു വീട് കൊടുത്താലും മതി. ഈ യുദ്ധം ഒഴിവാകും, ഈ നരഹത്യ ഒഴിവാകും, ഈ ദുരവസ്ഥ ഒഴിവാകും എന്ന് പറയുന്ന ഒരു നയചതുരനെ നമുക്ക് കൃഷ്ണനിൽ കാണാൻ പറ്റും. ആ കൃഷ്ണനെ അപമാനിച്ചു വിടാനാണ് ദുര്യോധനൻ തീരുമാനിക്കുന്നത്. സ്വന്തം സഹോദരനായ ദുശാസനോട് ഈ കൃഷ്ണനെ പിടിച്ചു കെട്ടുന്നതിന് കയറെടുത്ത് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയാണ്. നോക്കൂ, സമാധാന ദൂതുമായിട്ട് ചെല്ലുന്ന ഒരു ലോകാരാധ്യൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അടുത്ത അപമാനമാണ്. ഇത് കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞു. യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പ്രവചിച്ച പോലെ തന്നെ ദുര്യോധനാദികളെല്ലാവരും മരിച്ചു, സാമന്ത രാജാക്കന്മാർ മരിച്ചു, ബന്ധുമിത്രാദികൾ മരിച്ചു. 2 ഭാഗത്തും ഗംഭീരമായ നഷ്ടമുണ്ടായി. ആ സമയത്തും ആ തെറ്റിനൊന്നും കാരണക്കാരനല്ലാത്ത കൃഷ്ണനെ ശപിക്കുവാനാണ് ദുര്യോധനൻ്റെ മാതാവായ ഗാന്ധാരി ശ്രമിക്കുന്നത്. ഗാന്ധാരിയുടെ ശാപവും കൂടി കൃഷ്ണനെ ഏറ്റുവാങ്ങുന്നു. ഈ ശാപത്തിന് അയാൾ അർഹനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം അർഹനല്ല. കാരണം യുദ്ധം ഒഴിവാക്കാൻ ആകാവുന്ന ശ്രമിച്ചതാണ്. പക്ഷേ അതിന് കാരണം ഈ ഗാന്ധാരിയുടെ മകനായ ദുര്യോധനൻ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയും ഒരു കുഴപ്പം. ഇങ്ങനെയുള്ള നിരവധി കുഴപ്പങ്ങൾക്കിടയിലും ലോകത്തിന് സാരോപദേശങ്ങൾ നൽകുന്ന ഒരു അധ്യാപകനായി കൃഷ്ണൻ നിലകൊള്ളുന്നുണ്ട്. ആർക്ക്? അർജുനന് ഗീതോപദേശം കൊടുക്കുന്നുണ്ട്, ഉദ്ധവർക്ക് ഗീതോപദേശം നൽകുന്നുണ്ട്. അത് ഉദ്ധവഗീത എന്നറിയപ്പെടുന്നുണ്ട്. വിതുരർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഇങ്ങനെ അർഹരായിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും ആത്മജ്ഞാനവും പകർന്നു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ. ഈ കൃഷ്ണൻ ദുര്യോധനൻ എന്ന് പറയുന്ന ആരും പറഞ്ഞാൽ കേൾക്കാത്ത ആ വ്യക്തിയുടെ, നിഷേധിയായ വ്യക്തിയുടെ മരണാസന്ന സമയത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തുടയെല്ല് തകർന്ന് ചെമന്തപഞ്ചകം എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുമ്പോൾ, മരണം ആസന്നമായിരിക്കുന്ന സമയത്തും ദുര്യോധനൻ്റെ മുമ്പിൽ ചെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ദുര്യോധനും കൃഷ്ണനെ വിളിക്കുന്നത് കംസദാസൻ്റെ മോനെ, എൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ഇറങ്ങിപ്പോടാൻ, നിൻ്റെ സാരോപദേശം കേൾക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും കൃഷ്ണൻ അപമാനിക്കപ്പെടുകയാണ്. അവസാനം നേരായൊരു മരണം ലഭിക്കുന്നില്ല കൃഷ്ണന്. ഒരു വേടൻ്റെ അമ്പേറ്റാണ് കൃഷ്ണൻ്റെ ജീവിതകഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോയ ഒരു വലിയ മനുഷ്യൻ്റെ കഥ. ജീവിതത്തിലെ ആ ദൈവിക ഭാവങ്ങളെല്ലാം മാറ്റിവെച്ചാലും
വലിയൊരു മനുഷ്യൻ്റെ കഥയാണ്, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥ. ആ തെറ്റിദ്ധാരണ ഒന്നും അദ്ദേഹമായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല, അത് കാലം ചാർത്തിക്കൊടുത്തതാണ് അദ്ദേഹത്തിന് മേൽ. യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. രാഷ്ട്രീയക്കാർക്ക് ഒരു മാതൃക, രാജാക്കന്മാർക്ക് ഒരു മാതൃക, ഒരു യോദ്ധാവിന് ഒരു മാതൃക, ഭർത്താക്കന്മാർക്ക് ഒരു മാതൃക, ഇങ്ങനെ എല്ലാ മാതൃകകളുടെയും ഒരു കേന്ദ്രമാണ്. അതുകൊണ്ടാവണം ഭീഷ്മോപദേശത്തിൽ ഭീഷ്മർ യുധിഷ്ഠിരനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൃഷ്ണൻ കാലം തന്നെയാണ് മകനെ എന്ന്. കാലമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ കഥാപാത്രങ്ങളെയും ഒരു സ്ഥലത്ത് നമുക്ക് കേന്ദ്രീകരിക്കാമെങ്കിൽ അത് നമുക്ക് കൃഷ്ണനിൽ കാണാൻ പറ്റും. യഥാർത്ഥനായ കൃഷ്ണൻ ഇതൊക്കെയാണ്. അല്ലാതെ ഒരു കുറ്റങ്ങളുള്ള, കുറവുകളുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല കൃഷ്ണൻ. എല്ലാ ഗുണങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ആ ഗുണങ്ങളൊക്കെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ എതിരാളികൾ ചാർത്തി കൊടുത്തിട്ടുള്ള കുഴപ്പങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കൃഷ്ണ പഠനം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും നടത്തേണ്ടതാണ്. കാലം തന്നെയായ കൃഷ്ണനെക്കുറിച്ചുള്ള ഒരു പഠനം. ഇന്ന് ജന്മാഷ്ടമി ദിവസത്തിൽ, ഈ അഷ്ടമിരോഹിണി ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൃഷ്ണ അവതാരത്തിൻ്റെ ആ മഹിമകളിലൂടെ സഞ്ചരിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.